ആളും കല്യാണം കഴിഞ്ഞ് സ്വസ്ഥായാല് എനിക്ക് സമാധാനായിട്ടിരിക്കാം, അല്ല മരിക്കാം എന്ന് കരുതിയതാ. യോഗയില്ല. രാജഗോപാലിന്റെ അവിടെയും ജനാർദ്ദന്റെ അവിടെയും ഹോസ്റ്റലിലും ഒക്കെ അന്വേഷിച്ച് ഞാൻ എവിടെ എത്തിയിട്ടില്ല. ആസ്പത്രിയിൽ ആരൊക്കെ ഉണ്ട്? ആസ്പത്രിയിൽ നന്ദനും ഗൗരിയും ഉണ്ട്. അത് മാത്രം പോരല്ലോ, ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുന്ന ആദ്യം വിചാരിച്ചു. അതും ഇല്ലാന്ന് അറിഞ്ഞപ്പോ ആകെ ബേജാറായിരിക്കാം. ആ, മുമ്പൊക്കെ എത്ര വഴക്കിട്ട് പോയാലും രാത്രി ആവുമ്പോ വീട്ടിലെത്താതിരുന്നിട്ടില്ല. ഇതിപ്പോ രാവിലെ ആയിട്ടും വന്നല്ലോ. പൂവാമ്പാടത്തെ കളപ്പുരയിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അമ്മു ആസ്പത്രിയിലാ, നിന്നെയും കൂട്ടി ചെല്ലാനാ ഞാൻ വന്നേ. എന്താ പിന്നെ ഇളകി അപസ്മാരം? നീയാ ശേഖരനായർ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. പിന്നെന്താ? വിവരം പറഞ്ഞു കഴിഞ്ഞില്ലേ? കുട്ടിയമ്മ പൊക്കോട്ടെ. ആസ്പത്രിയിലേക്ക് ചെല്ലാൻ പറഞ്ഞത് കേട്ടില്ലേ? അതും കേട്ടു. പോണല്ലേ? ഇല്ല. അവിടെ അവളുടെ നന്ദൻ ഉണ്ടാവൂലോ. നീ ഇങ്ങനെ ആയാൽ എങ്ങനെയാ വേണു? കഷ്ടമാ. ആവശ്യമില്ലാത്തടത്തേക്ക് കയറി ചെല്ലാതിരിക്കാനുള്ള വിവരമൊക്കെ എനിക്ക് അയച്ചാ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. ആവശ്യമില്ലാത്ത ഇടമോ ഉള്ള ഇടമോ എന്നൊക്കെ പറയാൻ എനിക്കിപ്പോ അധികാരമില്ലല്ലോ. നീ വലുതായി പോയില്ലേ? അമ്മ ആശുപത്രിയിലാണെന്ന് കേട്ടിട്ടും എന്താ പോവാഞ്ഞേ? ആശുപത്രിയിലാകാൻ കാരണം ഞാനല്ല. ചിലപ്പോ ആണെങ്കിലോ? ഉപദേശിക്കാനുള്ള യോഗ്യതയോ അർഹതയൊന്നും എനിക്കില്ല. ഒരു കാര്യം പറയണം തോന്നുന്നു. ഭാര്യമാര് തെറ്റ് ചെയ്യുമ്പോ ഗുണദോഷിക്കാം, ശിക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറരുത്. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? അറിയില്ല. അതന്നെ ഞാൻ ആദ്യം പറഞ്ഞത്, അറിവില്ലാത്തോളാ ഞാനെന്ന്. എന്നാലും ഒരു പരിചയക്കാരി മാത്രമാണെന്ന് വെച്ചാലും ആശുപത്രി കിടക്കണമെന്ന് കേട്ട ഒന്ന് പോയി കാണില്ലേ? വെറുതെ എങ്കിലും. നോക്കാൻ അവിടെ ആളുകളുണ്ട് ഇഷ്ടം പോലെ. അവരൊന്നും ഈ ആളാവില്ലല്ലോ. ഈ ആൾക്ക് ഈ ആള് തന്നെ വേണ്ടേ? എന്തിനാ വേണോട്ട് എന്നോട് പിണങ്ങിപ്പോയത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീ ഇറങ്ങിപ്പോയ ഉടനെ ഇവള് തലചുറ്റി വീണു. അപ്പൊ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി വേണോട്ടും വിളിച്ച എപ്പോ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരാം. ഇപ്പൊന്നും പറയണ്ട, റെസ്റ്റ് എടുക്ക്. നന്ദേട്ടൻ വന്നില്ലേ? ഡോക്ടറെ അടുത്ത് പോയിരിക്കേ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ പറയണേ? നന്ദ, അത് ഡോക്ടർ ഇപ്പൊ എന്നോട് സംസാരിച്ചു. അമ്മു ഗർഭിണിയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഈ പ്രഗ്നൻസി അഡ്വൈസ് ചെയ്യില്ല. ഫിസിക്കലി വീക്കാണ് ആ കുട്ടി. പിന്നെ മെഡിക്കേഷൻ MTP ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. യു മീൻ അബോർഷൻ? യെസ്. അമ്മുന്റെ ആരോഗ്യത്തിനത് പ്രശ്നമാവുമെങ്കിൽ അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നേ. നീ എന്ത് പറയുന്നു? അമ്മ എന്ത് പറഞ്ഞു? ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടല്ലേ മോളെ? ഡോക്ടറല്ല, ആരും പറഞ്ഞില്ലേ സമ്മതിക്കില്ല. അറിയില്ലേ 4 പെണ്ണ് 3 ആണ് ഉണ്ടാവുന്ന കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞത്. ഡോക്ടർ പറയുമ്പോ എന്താ അമ്മ ചെയ്യാ? ഡോക്ടർ പറഞ്ഞിട്ടല്ല, എനിക്കറിയാം. നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാൻ അസൂയ. നിനക്കെന്താ അമ്മു പറഞ്ഞാ മനസ്സിലാവാത്തത്? പറഞ്ഞ മനസ്സിലാവൊക്കെ ഉണ്ട്. വേണ്ടൂട്ടാ, സമ്മതിക്കരുത്. നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ സമ്മതിക്കരുത്. സമ്മതിക്കാൻ വേണ്ട. അമ്മൂന് സമ്മതമല്ലെങ്കിൽ അങ്ങനെയെന്ന് വെച്ചാ എന്താ വേണു നീ വിവരക്കേട് പറയണേ? അവളുടെ ഹെൽത്തിന്റെ കാര്യല്ലേ? നിനക്ക് കുഴപ്പമൊന്നുണ്ടാവുന്ന വെച്ചിട്ടല്ല അമ്മ. എന്റെ കുഞ്ഞിനെ കൊന്നാലോ? എനിക്കെന്തായാലും പറ്റ. എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. അമ്മു, 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 എന്താണ്? അമ്മു, ഇത് ഞാനാ. അമ്മു, എന്താ അമ്മു? എന്താ വേണു? അമ്മു, അമ്മു, അമ്മു ഞാനാ നന്ദന. ഞങ്ങളൊന്നും ചെയ്യില്ല നിന്നെ.
അമ്മു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. എന്നെ കൊല്ലാനാ. എന്നെ കൊല്ലാനാ. എനിക്കറിയാം. ഉണ്ടായതാവും വീണ്ടും അറ്റാക്ക്. ഗുളിക കണ്ടിന്യൂ ചെയ്യൂ. ഈ കണ്ടീഷനിൽ നമ്മൾ എന്താ ചെയ്യുക? അവളെന്തെങ്കിലും കടുങ്ങുകയും ചെയ്യുന്ന എന്റെ പേടി. അബോർഷൻ വേണ്ടെന്ന് വെക്കാം, അതേ വഴിയുള്ളൂ. 100% ഷൂറാക്കാനാണ് ഞാൻ അന്നത് പറഞ്ഞത്. നിർബന്ധം പിടിച്ച സംഗതി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ. അവളുടെ ഹെൽത്ത് ഓരോ നിമിഷവും ശ്രദ്ധയുണ്ടാവണം. വൈദ്യശാസ്ത്രത്തിനും അതീതമായി എന്തൊക്കെയുണ്ടെന്നല്ലേ പുതിയ തിയറി. വിശ്വാസങ്ങള്, മനസാന്നിധ്യം, ഇതൊക്കെ നമുക്ക് ശ്രമിക്കാം. എന്തായാലും എന്റെ അമ്മൂന് കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നാ മതി. നിങ്ങളിങ്ങനെ ഓടിപ്പടച്ചു വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടത്തെ കാലിനും കൈക്കും ഒരു തരിപ്പ്, ഇത്രയേ ഉള്ളൂ. സ്വാമി മാഷ് പറഞ്ഞിട്ടാ ഞങ്ങള് വിവരം അറിഞ്ഞത്. അച്ഛൻ ആരെങ്കിലും പറഞ്ഞു കേൾക്കായിരുന്നില്ലേ? എന്തിനാ? അതിനും വേണ്ടി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. രാധ വരലുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. മരുന്നൊക്കെ പരമേശ്വരൻ ഡോക്ടറെ കൊണ്ടുവന്നു. കുറെ ഗുളികളൊക്കെ കഴിക്കുന്നുണ്ട്. ആട്ടെ, അമ്മൂന് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, പിന്നെ അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. ഈശ്വരാധീനം കൊണ്ട് അവക്കൊന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ടിരുന്നോളൂ. വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ. വരിക വരിക, ഇരിക്കുക. കണ്ടപ്പോ മാഷുടെ അസുഖമൊക്കെ പറന്നു അല്ലേ? അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ പേടിച്ചു വന്നതാ. നന്ദൻ സാർ വന്നില്ലേ? ഇവിടെ ഇല്ല, ടൂറിലാണ്. 4-5 ദിവസം കഴിയും വരാൻ. മോളെ, അടുക്കളയിൽ രാധ ഉണ്ടാവും. ചായ എടുക്കാൻ പറയും. വേണു, ജോലിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. രാധേ, ഞാൻ ചായ കൊണ്ട് അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. എന്നോട് ചിലത് മറച്ചു വെച്ചു നീ അല്ലേ? മറച്ചു വെക്കേ? അതെ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഗൗരിയടുത്ത് എന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എങ്ങനെ ഞാൻ ശരിയും തെറ്റും പറയാ? അവനോ നീയോ നേരത്തെ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു വെച്ചാല്? ഓ, അതോ? അത് വേണിയിട്ട് എന്തോ തെറ്റിദ്ധരിച്ചതാ. പഴയ ഒരു കാര്യം, ചെറിയൊരു കാര്യം. അതൊക്കെ എന്തിനാ നമ്മളിപ്പോ കൊത്തിത്തെരഞ്ഞെടുക്കണേ? മോളെ, കുറെ കാലം കൂടിയിട്ട് ഇന്നാ എല്ലാരും ഒന്ന് ഒത്തുകൂടിയിരിക്കണം. ഇതൊന്ന് ആഘോഷിക്കണം. എന്നാ മാഷ് ഒരു ശ്ലോകം അങ്ങോട്ട് തുടങ്ങുക. അത് വേണ്ട, രാധ ചൊല്ലട്ടെ. ചില കീർത്തനങ്ങൾ ഇവള് ചൊല്ലുന്നത് ഈയിടെ പിന്നെയും കേട്ടു ഞാൻ. അസലായിട്ട് ചൊല്ലും. എന്നാ അങ്ങനെ ആവട്ടെ. ഇപ്പൊ ഒന്നും വേണ്ട. അത് പറ്റില്ല, വേണുവിനും ഗൗരിക്കും മടങ്ങേണ്ടതാ. ഈ കുട്ടികൾക്കൊക്കെ എന്താ പറ്റിയത്? വലുതാവുമ്പോ സംഗീതവും സന്തോഷവും ഒക്കെ ഇവരെ വിട്ടുപോവുകയാണ്. ഭഗവതി വിളിച്ച പോലെയാ. മുഖത്തെഴുത്ത് കഴിഞ്ഞ് മുടി വെക്കാൻ തുടങ്ങായിരുന്നു. പെട്ടെന്ന് കുഴഞ്ഞു വീണു. അപ്പൊ തന്നെ കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾക്കുള്ള ഏർപ്പെടുന്ന ചെയ്തോളൂ. ചിരിക്കൊന്നും വേണ്ട. അമ്മക്കുട്ടിയുടെ ഭർത്താവിനെയും ഞാൻ കൊണ്ടുപോകും. ഭഗവതി കൽപ്പിച്ചതാ എന്നോട്. വേണോട്ടിന് ഇവിടെ വല്യമ്മേ കാപ്പി കുടിക്കണു. വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുക. വേണോട്ട് പുറത്തേക്ക് പോരുത്. പോകരുതെന്ന് പറഞ്ഞ് കേട്ടില്ലേ? എന്റെ പുന്നാരം കേട്ടിരുന്നാലേ അച്ഛനെ സുഖിലാന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു തുറന്ന. പോകരുത് വേണോട്ടാ. ഞാൻ പരമനെ കണ്ടു. വേണോട്ട് ആപത്ത് വരുമെന്ന് പരമ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. വേണോട്ട് അറിയില്ലേ, എന്റെ കൈരേഖയും വെള്ളത്തിന്റെ കൈരേഖയും ഒരുപോലെ. അതിന് സ്വപ്നം സത്യാവും. എന്റെ തലയിൽ ഗൗളിയും വീണ് വേണോട്ടാ. നിനക്ക് അങ്ങനെ പല വിഡിത്രവും മണ്ടത്തരവും ഒക്കെ തോന്നാം. സയൻസ് ആകാശം കിടന്ന് അപ്പുറത്തേക്കാ. അതിന്റെ ഇടയിൽ അവളുടെ രേഖാശാസ്ത്രവും ഗൗളിശാസ്ത്രവും. ഇന്ന് പോകരുത് വേണോട്ടാ. ഞാൻ നീ മാറിക്കുന്നു. എനിക്ക് കയ്യിന്ന് വിടുന്നു. വേണോട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നു. ആ ഫോൺ വന്നു പറഞ്ഞു. പോകണ്ടെന്ന് പറ, എനിക്ക് പേടിയാ. നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ? വെള്ളത്തിന് വിധിയാവും എനിക്ക്. വേണോട്ട് ആപത്ത് പറ്റും. മാനന്ദ, ഒന്നുമില്ലെന്ന് വേണു. അച്ഛനെ ഞാൻ കൊണ്ടുപോകാൻ ഡോക്ടറെ അടുത്തേക്ക്. അതാവാം, പക്ഷെ എന്റെ കടമ ഞാൻ തന്നെ ചെയ്യണമല്ലോ. എന്തൊരു വാശിയാ വേണത്? വാശി എങ്കിൽ വാശി. അവിടെ ഒരാൾ ആരോരും ഇല്ലാതെ അനാഥായിട്ട് കഴിയുക. ഇവളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോ പോണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞില്ല ഇവളോട് വിഷമിക്കാനൊന്നും. എന്നല്ല,
അമ്മ ഇപ്പൊ ഒരു ഷോക്കിൽ നിന്ന് റിലീവ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത് പോണ്ടെന്ന്. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഞാൻ ആരാ നന്ദേട്ടാ? ഇവളുടെ ഭർത്താവാണ് നിങ്ങളുടെ വളർത്തുമൃഗോ? തോന്നുമ്പോ കെട്ടിടാനും തോന്നുമ്പോ അഴിച്ചുവിടാനും. ഞാൻ പറയുന്ന ഒന്ന് കേസ്. ഇന്നത്തേക്ക് ഒരു ദിവസം നീ ഇവിടെ നിൽക്ക്. ഇവളുടെ അന്ധവിശ്വാസങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ അല്ലേ? നന്ദേട്ടൻ ഇത്രയും പഠിപ്പും വിവരമുള്ള ആളല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ? ഇത് അന്ധവിശ്വാസത്തിന്റെ കാര്യമല്ല വേണു, അമ്മൂന്റെ മനസമാധാനത്തിന്റെ കാര്യ. അന്ധവിശ്വാസങ്ങൾ മാറുമ്പോ മനസ്സമാനം തനിയുണ്ടാവും. അതൊരു ഷോക്കോടെ ആണെങ്കിൽ അങ്ങനെ ആവട്ടെ. എനിക്ക് ചില കടമകളൊക്കെ ഉണ്ട്, അത് മറന്ന ഞാനല്ല. പോയില്ലേ നന്ദ? ഞാൻ പറഞ്ഞൊക്കെ സത്യവും. ഗൗരിയുടെ കാര്യം ഞാൻ പറഞ്ഞ സത്യമില്ലേ? ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞത് സത്യമില്ലേ? ഒക്കെ സത്യവും നന്ദ, ഒക്കെ സത്യവും. എനിക്ക് പേടിയാവുന്നു.